ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലൂടെ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഇൻപുട്ട് സൈസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരുപാട് ഇൻപുട്ടുകൾ എങ്ങനെയാണ് നമ്മുടെ സൈറ്റിൽ ഇൻപുട്ട് എലമെന്റുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പങ്കുവച്ചിരുന്നു മുൻ വീഡിയോകളിൽ. അത് കാണാത്തവരത് കാണുക. അതുമായി ബന്ധപ്പെട്ട ഒരല്പം കൂടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ഇൻപുട്ടുകൾ നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്തിരുന്നത് എന്നുള്ളത് അറിയാം. ഫോമിന്റെ ഉള്ളിലാണ് നമ്മളതൊക്കെ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഫോം നമ്മൾ ആദ്യം തുടങ്ങാം. പിന്നെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഡിവിഷൻ ക്ലാസ് ഫോം ഗ്രൂപ്പ് അല്ലെ, അങ്ങനെയാണ് നമ്മൾ ഫോമിനുള്ള ഓരോ സെക്ഷനും നമ്മൾ അങ്ങനെയാണ് ആഡ് ചെയ്തിരുന്നത്. അതിനുള്ള നമ്മളൊരു ലേബൽ ആഡ് ചെയ്യും. ലേബലിൽ നമ്മൾ ഫോർ എന്ന് പറഞ്ഞിട്ട് എന്തിനാണോ നമ്മൾ ലേബൽ ആഡ് ചെയ്യുന്നത് അത് നമ്മളിവിടെ ആഡ് ചെയ്തിരുന്നു. ശേഷം നമ്മളവിടെ അതിന്റെ ടെക്സ്റ്റ് അവിടെ എന്താണോ അത് ആഡ് ചെയ്യും അല്ലെ. അപ്പൊ ഞാനൊരു ലേബൽ ആഡ് ചെയ്തു ഡീഫോൾട്ട് സൈസ് എന്നുള്ള പേരിൽ. അതിനുശേഷം നമ്മളൊരു ഇൻപുട്ട് ആഡ് ചെയ്യും. ഇൻപുട്ട് ടൈപ്പ് നമ്മൾ കൊടുക്കും. ടൈപ്പ് നമുക്ക് ടെക്സ്റ്റ് ആണ് വേണ്ടത്. ടെക്സ്റ്റ് അവിടെ കൊടുത്തു. ക്ലാസ് ഫോം കൺട്രോൾ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യാൻ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ ID മുകളിൽ എന്തിനാണോ നമ്മൾ ഏത് പേരിലാണോ ID കൊടുത്തത് ആ പേരിൽ തന്നെ താഴെ നമ്മൾ ID കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഡീഫോൾട്ട് സൈസ് ഇതാണ്. റൈറ്റ്, നമുക്ക് ഇത് കുറച്ചുകൂടെ ചെറുതാക്കണം എന്ന് വിചാരിക്കുക. ഇത്ര വീതിയിലൊന്നും അല്ലെങ്കിൽ ഇത്ര ഉയരമൊന്നും നമ്മുടെ ഈ ഒരു ഇൻപുട്ട് എന്താ പറയാ കണ്ടെയ്നറിന് എലമെന്റിന് ആവശ്യമില്ല എങ്കിൽ നമുക്കതിനെ ചെറുതാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ ഇൻപുട്ട് സ്മോൾ എന്ന് കൊടുത്താൽ മതി. ഇൻപുട്ട് സം. അപ്പൊ നിങ്ങൾക്കാണ് അത് കുറച്ചുകൂടെ ചെറുതായി. റൈറ്റ്, ഇനി അതിനെ വലുതാക്കണമെങ്കിലോ സിമ്പിൾ LG ലാർജ്. ഓക്കെ, അപ്പൊ അത് വളരെയധികം വലുതായി. നമുക്കത് 1 2 3. അപ്പോൾ ഇത് ഇൻപുട്ട് സ്മോൾ ആയിക്കോട്ടെ. ഇതിന് മീഡിയം ഡീഫോൾട്ട് സൈസ് അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. ഇത് ലാർജ്. 3 ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ ഡിഫറൻസ് എക്സാക്ട്. അപ്പൊ നമുക്കൊരു ഫോം ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരുപാട് കോളംസ് ഉണ്ട് എന്ന് കരുതാം. അപ്പൊ നമുക്കത് എല്ലാം ഒരുപോലെ ഒരേ വലുപ്പത്തിലാക്കണമെങ്കിൽ എല്ലാത്തിനും പോയിട്ട് ഇൻപുട്ട് സം ഇൻപുട്ട് ലാർജ് എന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കൊടുത്താൽ മതി ഫോം ഗ്രൂപ്പ്. ഓക്കെ, എന്നിട്ട് ഫോം ഗ്രൂപ്പ് ലാർജ് എന്ന് ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ സ്മോൾ ആണെങ്കിൽ SM എന്നായിരിക്കും. അപ്പോൾ ടോട്ടൽ തന്നെ അത് എഫക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഓരോന്നിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിനും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. റൈറ്റ്, അതാണ് ഒന്ന്. ഇനി നമുക്കൊരു ഹെൽപ്പ് ടെക്സ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുക. അഥവാ കോളം ഫില്ല് ചെയ്യാൻ ചില ആളുകൾക്ക് കൂടുതൽ സഹായകരമായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ആവശ്യം വേണ്ടി വരും. അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ സ്പാൻ ക്ലാസ് ഹെൽപ്പ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്പാൻ ക്ലാസ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഇടയിൽ ദിസ് ഈസ് സം ടെക്സ്റ്റ് ഫോർ ദ റീഡർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ദിസ് ഈസ് സം ടെക്സ്റ്റ് ഫോർ ദ റീഡർ. അപ്പോൾ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ അവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പ് ബ്ലോക്ക് ക്ലാസ് ഒരു സ്പാൻ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഉയരം നമ്മൾ ഏകദേശമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. നമുക്ക് ഈ നീളം ഇതുപോലെ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു ഇൻപുട്ട് എലമെന്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആണ്. ഓക്കെ, 100%. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ വിഡ്ത്തിൽ അത് അങ്ങോട്ട് വലിഞ്ഞു നിൽക്കും. നമുക്കത് കുറച്ച് മതി, ഇത്ര മതി അല്ലെങ്കിൽ ഇത്ര മതി എന്നൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് സൈസുകൾ ഉപയോഗപ്പെടുത്താം. നമ്മൾ ഹൊറിസോണ്ടൽ ലേഔട്ടിൽ നമ്മളത് പറഞ്ഞിരുന്നു. വെർട്ടിക്കൽ ലേഔട്ടിൽ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിവിഷൻ ക്ലാസ് കോളം SM. നമുക്ക് എത്ര, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ വെബ് പേജിന് 12 ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അവൈലബിൾ സ്പേസിന് 12 ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അതിന്റെ വിഡ്ത്ത് ക്രമീകരിക്കാം. അപ്പൊ നേർ പകുതിയാണ് വേണ്ടതെങ്കിൽ 6 കൊടുത്താൽ മതി. അതിന്റെയും പകുതിയാണെങ്കിൽ 3 കൊടുത്താൽ മതി. ഈ രൂപത്തിൽ നമുക്കത് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലേബൽ. ഞാൻ ലേബലിനൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡീഫോൾട്ട് അല്ല, ന്യൂ ഇൻപുട്ട് ലേബൽ. ഓക്കെ, ഒരു ലേബൽ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു. നമുക്ക് അതിന്റെ ഡിസ്പ്ലേ മാത്രം കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും തന്നെ അവിടെ കൊടുക്കാം. ഇമെയിൽ ക്ലാസ് ഇതെന്തായാലും കൊടുക്കാം. ഫോം കൺട്രോൾ. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. ഇനി നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ന്യൂ ഇൻപുട്ട് ലേബൽ ഡീഫോൾട്ട് സൈസിൽ ഇത്രയേ ഉള്ളൂ.
നമ്മൾ 3 കൊടുത്തോളൂ, അതുകൊണ്ട് അത്രേ പോയതുള്ളൂ. ഇനി കുറച്ചുകൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ 6 കൊടുക്കാം. അപ്പോൾ നേർപകുതിയായിട്ട് വരും. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു 4 കൊടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ ഇതേ സംഗതി തന്നെ ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്തു. അഥവാ മറ്റൊരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിനും കോളം SN4 കൊടുത്തു. അതിന് താഴെ വേറെയും ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിനും കോളം SN4 കൊടുത്തു. അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാം, ഒരേ വരിയിൽ 3 ഇങ്ങനെ കാണാം. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ എന്ത് മതി? ബൂട്ട് സ്ട്രാപ്പിൽ ഏതാനും ചില ക്ലാസ്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇതിനെയൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻപുട്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഫോം ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഇൻപുട്ട് ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ഗ്രൂപ്പ്. ഓക്കെ, ഇൻപുട്ട് ഗ്രൂപ്പുകൾ എന്താണ്? കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് ഐക്കണുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇൻപുട്ട് ഗ്രൂപ്പുകൾ. അപ്പോൾ സ്പാൻ ക്ലാസ് നമ്മൾ ആദ്യം കൊടുക്കും, കാരണം നമുക്ക് തുടക്കത്തിൽ ഒരു ഐക്കൺ വരണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊടുക്കും ഇൻപുട്ട് ഗ്രൂപ്പ് ആഡ് ഓൺ. ഇതിനുള്ളിൽ നമ്മൾ എന്തായിരുന്നു ആഡ് ചെയ്തിരുന്നത്? ഗ്ലിഫ് ഐക്കണുകളായിരുന്നു ആഡ് ചെയ്തിരുന്നത്, അല്ലെ? ഐ ക്ലാസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഗ്ലിഫ് ഐക്കണുകളാണ് ആഡ് ചെയ്തിരുന്നത്. ഇവിടെ പകരം നമ്മളൊരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യണം. ഓക്കെ, ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഇൻപുട്ടാണ്. അപ്പോൾ ഇൻപുട്ട് ക്ലാസ് ചെക്ക് ബോക്സ് നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ ഇനി ഇവിടെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെക്ക് ബോക്സ് ആണ്. ഇത് ചെക്ക് ബോക്സ് അല്ലല്ലോ, അതെന്താണ്? ഡിവിഷൻ ഇൻപുട്ട് ഗ്രൂപ്പ് ഓക്കെയാണ്. സ്പാൻ ക്ലാസ് ഇൻപുട്ട് ഗ്രൂപ്പ് ആഡ് ഓൺ ശരിയാണ്. ഇൻപുട്ട് ഇവിടെ ക്ലാസ് അല്ല, ഇവിടെ ടൈപ്പ് ആണ്. സോറി, ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ്. റൈറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. റൈറ്റ്, ഇനി അതിന് താഴെ നമുക്ക് ആര് വേണം? നമ്മുടെ ഇൻപുട്ട് കോളം വേണം. അപ്പൊ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ക്ലാസ് എന്തായാലും നമ്മൾ ആഡ് ചെയ്യണം, ഫോം കൺട്രോൾ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം. ഞാൻ അതിന്റെ ഒരു ഉദ്ദേശം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ബോക്സും കിട്ടും, ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഏരിയയും കിട്ടും. അതാണ് ഒരു ഐക്കണ് പകരം ഒരു ചെക്ക് ബോക്സോ റേഡിയോ ബട്ടണോ ഒക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഇനി ഒന്നിലധികം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പാൻ ക്ലാസ് 1 നമ്മൾ ആഡ് ചെയ്തത് അവിടെ, അല്ലെ? തുടക്കത്തിൽ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്തു, തുറന്നു കഴിഞ്ഞാൽ 2 ചെക്ക് ബോക്സ് വേണം. ഇനി ചെക്ക് ബോക്സിന് പകരം നമുക്ക് അവിടെ മറ്റെന്തോ ആണ് വേണ്ടതെങ്കിൽ നമുക്കവിടെ ഒരു $സൈൻ കൊടുക്കാം, ഒരു $. ഓക്കെ, തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ചെക്ക് ബോക്സും $. റൈറ്റ്, അപ്പോൾ അത്രയും എളുപ്പത്തിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്തെടുക്കാം. റൈറ്റ്, ഇനി നമുക്ക് അവസാനത്തിൽ നമ്മളൊരു ബട്ടൺ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അവസാനത്തിന്റെ ബട്ടൺ ആഡ് ചെയ്തിരുന്നു നമ്മൾ എങ്ങനെയാണ്? ഡിവിഷൻ ക്ലാസ് ഇൻപുട്ട് ഗ്രൂപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചു. അതിനുള്ളിൽ നമ്മളൊരു ബട്ടൺ സ്റ്റാർട്ട് ചെയ്തു. ബട്ടൺ ടൈപ്പ് ബട്ടൺ, ശേഷം ക്ലാസ് നമ്മൾ കൊടുത്തു ബട്ടൺ പ്രൈമറി എന്നോ സെക്കൻഡറി എന്നോ നമുക്ക് കൊടുക്കാം. നമ്മൾ ക്ലോസ് ചെയ്തു. ബട്ടന്റെ ഉള്ളിൽ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആക്ഷൻ എന്നുള്ള പേരും കൊടുത്തു. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തിൽ ഒരു ആക്ഷൻ എന്നുള്ളത് ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ പുറത്തെത്തി. ഇയാൾ ഇവിടെയാണ് വരേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് പുറത്തെത്തിയതെന്ന് അറിയോ? ചില നമ്മൾ ഈ ഡിവിഷൻ ഇൻപുട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഇൻപുട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവനാണ് ഇൻപുട്ട് ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ഈ ഡിവിഷൻ അതിനുള്ളിൽ വരണമെങ്കിൽ ഈ സംഗതി ഈ ഡിവിഷന്റെ ഉള്ളിൽ വരണം. ഓക്കെ, ഇവിടെ വരണം. ഇപ്പോഴാണ് ഈ ഇൻപുട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഈ ബട്ടൺ മാറിയത്, അല്ലെ? അപ്പോൾ ഇത് മുകളിൽ കയറിയത്. ഇനി നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു വരണം എന്ന് വിചാരിക്കാം. ഡ്രോപ്പ് ഡൗൺ മെനു വീണ്ടും വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ ബട്ടൺ സെക്കൻഡറി എന്നുള്ള ക്ലാസ്സുകൾക്ക് ശേഷം നമ്മൾ ഡ്രോപ്പ് ഡൗൺ ടോഗിൾ എന്ന് പറയുന്ന ക്ലാസ് ആഡ് ചെയ്യുന്നു. അതിന് താഴെ നമ്മൾ തുറക്കത്തില്ല ഡാറ്റ. ഓക്കെ, നമ്മൾ ഇതാദ്യം ഇവിടെ ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഡാറ്റ ടോഗിൾ ഡ്രോപ്പ് ഡൗൺ എന്നുള്ള പേരിൽ നമ്മളിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ശേഷം ആക്ഷന് ശേഷം നമുക്ക് ഒരു ക്യാരറ്റ് ക്ലാസ് വേണം, അല്ലെ? സ്പാൻ ക്ലാസ് ക്യാരറ്റ്. നമുക്കൊരു ചെറിയ ട്രയാങ്കിൾ അവിടെ കിട്ടാൻ വേണ്ടി നമ്മളൊരു ക്യാരറ്റ് ആഡ് ചെയ്യണം. ഇപ്പൊ നമുക്കിവിടെ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് മെനു വേണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയാണ്. എന്നാലും കൂടുതൽ സാഹചര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത്, ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീണ്ടും പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്? ഒരു മെനു ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ UL തുറക്കും. UL ക്ലാസ് ഡ്രോപ്പ് ഡൗൺ -മെനു. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് ഓരോ ഐറ്റം എങ്ങനെയാണ് ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. AHREF ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഒന്നും തന്നെ ഞാൻ ഇനി
വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇത്രയും ആളുകളെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾ ആളുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡ്രോപ്പ് ഡൗൺ മെനു നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡ്രോപ്പ് ഡൗൺ മെനു ഓൾറെഡി ഇവിടെ തുറന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ അലൈൻമെന്റ് നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങോട്ടാണ്, ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ടാണ് അവസാനിച്ചത്. നമുക്കതിനെ കുറച്ചുകൂടി കൃത്യമാക്കാൻ എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഡൗൺ മെനു റൈറ്റ്, അടുത്തൊരു ക്ലാസ് കൂടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് തുറന്നു വെച്ചത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇൻപുട്ട് ഗ്രൂപ്പുകളെ ഫോം ഗ്രൂപ്പുകളെയൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ദാറ്റ് ഇസ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണണം. ഗുഡ് ബൈ.